ഹലോ ഗായ്സ്, ഞാനാണ് അഖിൽ. ഞാനൊരു സെയിലറാണ്. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഒഫീഷ്യൽ വീഡിയോ. സോ ഐ നീഡ് ഓൾ യുവർ സപ്പോർട്ട്. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് മെയ്റ്റ് MMD ടെറസ്ട്രിയൽ ആൻഡ് കോസ്റ്റൽ നാവിഗേഷനിൽ കമ്പൽസറി ക്വസ്റ്റ്യനായ ഗ്രേറ്റ് സർക്കിൾ എന്ന കോൺസെപ്റ്റാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ MMD എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സെക്കൻഡ് മെയിൻസിനും ഉപയോഗം വരുന്ന ഒരു വീഡിയോ ആണ് ഈ ഗ്രേറ്റ് സർക്കിൾ കോൺസെപ്റ്റ്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ഗ്രേറ്റ് സർക്കിളിന്റെ ഫസ്റ്റ് ഫിഗർ. അപ്പോൾ MMD ക്വസ്റ്റ്യനിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആദ്യം ഈ ഫിഗർ മാൻഡേറ്ററി ആണ്. അതും നിങ്ങൾ മാക്സിമം പെൻസിൽ വെച്ച് വരയ്ക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇനിഷ്യൽ ലാറ്റും ലോങ്ങും തരും, അതായിരിക്കും A, ദാറ്റ് മീൻസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഫൈനൽ ലാറ്റും ലോങ്ങും തരും, അതായിരിക്കും നമ്മളെ എൻഡിങ് പോയിന്റ് B. ഓക്കെ, അടുത്തത് ഇപ്പോൾ ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ് ഏതാണോ ആ സൈഡിലോട്ട് വേണം നമ്മുടെ ഈ സൈഡ്സ് വരയ്ക്കാൻ. ഇപ്പോൾ സപ്പോസ് ഇവിടെ ഇപ്പോൾ ഞാൻ വരച്ചേക്കുന്നത് നോർത്ത് പോളിലോട്ടാണ്, മീൻസ് നോർത്ത് ലാറ്റിറ്റ്യൂഡ് ആയിരിക്കും വലുത്. സപ്പോസ് ഇപ്പോൾ സൗത്ത്, ഇപ്പം നമുക്ക് തന്നേക്കുന്ന എയും ബിയും ലാറ്റിറ്റ്യൂഡ് ഇപ്പോൾ സൗത്ത് ആണ് വലുതെങ്കിൽ നമ്മൾ ഫിഗർ മീൻസ് സൈഡ് താഴോട്ട് വരയ്ക്കണം. എന്നിട്ട് നമ്മൾ എയും ബിയും എങ്ങനെയാണെന്ന് നോക്കി നമ്മൾ ചെയ്യുക. മീൻസ് ലാറ്റും ലോങ്ങും ഒക്കെ നോക്കി ഈസ്റ്റിലാണോ വെസ്റ്റിലാണോ പോകുന്നത്, വെസ്റ്റിൽ സൗത്തിൽ നിന്ന് നോർത്തിലാണോ, നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണോ പോകുന്നത് എന്ന് നോക്കി നമ്മൾ വരയ്ക്കണം. അതിനുശേഷം നമ്മൾ A, B, C എന്ന ബ്ലോക്ക് ലെറ്ററിൽ മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ ക്യാപിറ്റൽ എൻ്റെ ഓപ്പോസിറ്റ് വേണം നമ്മൾ സ്മോൾ എ മാർക്ക് ചെയ്യാൻ. ക്യാപിറ്റൽ ബിന്റെ ഓപ്പോസിറ്റ് വേണം നമ്മൾ സ്മോൾ ബി മാർക്ക് ചെയ്യാൻ. ക്യാപിറ്റൽ സിന്റെ ഓപ്പോസിറ്റ് വേണം നമ്മൾ സ്മോൾ പി മാർക്ക് ചെയ്യാൻ. ഈ സ്മോൾ എ എന്ന് പറയുന്നത് കോലാറ്റ് ആണ്, അത് വേറെ ഒന്നുമല്ല. നമ്മുടെ ഈ ബി എന്ന് പറയുന്ന ലാറ്റിറ്റ്യൂഡ് 90 ഡിഗ്രിന്ന് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ എ എന്ന് പറയുന്ന കോലാറ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ സ്മോൾ എയുടെ സൈഡ് കണ്ടുപിടിക്കുന്നത് 90 മൈനസ് ബി. ഇവിടെ വന്നിരിക്കുന്ന ലാറ്റിറ്റ്യൂഡ് നമ്മൾ ഈ 90ന്ന് മൈനസ് ചെയ്യണം. ഈ ബി സൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന 90 ഡിഗ്രി, ഈ എ ലാറ്റിറ്റ്യൂഡ് 90 ഡിഗ്രിന്ന് മൈനസ് ചെയ്യണം. അടുത്തത് സി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഡി ലോങ്. നമ്മുടെ ഇനിഷ്യൽ ലോങ്ങിറ്റ്യൂഡും ഫൈനൽ ലോങ്ങിറ്റ്യൂഡും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് ഡി ലോങ്. അതാണ് ഇവിടെ വരുന്ന വാല്യൂ. അടുത്തത് ഈ സ്മോൾ പി വേണം കണ്ടുപിടിക്കണം, എന്ന് വെച്ചാൽ സിന്റെ ഓപ്പോസിറ്റ്. ഈ സ്മോൾ പി കണ്ടുപിടിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതായിരിക്കും നമ്മൾ മാക്സിമം ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ സ്മോൾ പി ഡിനോട്ട് ചെയ്തത്. അപ്പൊ ആ സ്മോൾ പി ഡിനോട്ട് ചെയ്തതിന്റെ ഇക്വേഷൻ കോസ് പി ഇസ് ഈക്വൽ ടു കോസ് സ്മോൾ എ ഇൻറ്റു കോസ് സ്മോൾ ബി പ്ലസ് സൈൻ സ്മോൾ എ ഇൻറ്റു സൈൻ സ്മോൾ ബി ഇൻറ്റു കോസ് ക്യാപിറ്റൽ സി. ഈ ക്യാപിറ്റൽ സി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈൻ ചെയ്യുന്ന ഡി ലോങ് ആണ്. അടുത്തത് നമുക്കിത് മൈൽസിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ സ്മോൾ പി നമുക്ക് കിട്ടുന്ന ആൻസർ കോസ് ഇൻവേഴ്സ് എടുക്കണം. അപ്പോൾ നമുക്കൊരു ഡിഗ്രി വാല്യൂ കിട്ടും. ആ ഡിഗ്രിയെ 60 ഇൻറ്റു ചെയ്യണം. ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് മൈൽസിലെ ആൻസർ കിട്ടും. സോ ക്വസ്റ്റ്യൻ നോർമലി വരുന്നത് ഒരു മീൻസ് എയുടെ ലാറ്റ് ലോങ്ങും ബിയുടെ ലാറ്റ് ലോങ്ങും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇനിഷ്യൽ കോഴ്സ്, ഫൈനൽ കോഴ്സ്, എത്ര ഗ്രേറ്റ് സർക്കിൾ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത്. അപ്പോൾ ഗ്രേറ്റ് സർക്കിൾ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ സ്മോൾ പി കണ്ടുപിടിച്ചിട്ട് അത് 60 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കത് മൈൽസ് കിട്ടും. അടുത്തത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇനിഷ്യൽ കോഴ്സും ഫൈനൽ കോഴ്സും കണ്ടുപിടിക്കുക. ഇനിഷ്യൽ കോഴ്സ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എയും ഫൈനൽ കോഴ്സ് എന്ന് പറയുമ്പോൾ എൻഡിങ് പോയിന്റ് ബിയും ആണ്. സോ ആംഗിൾ എ, ഇവിടുത്തെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടുത്തെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. കോസ് ക്യാപിറ്റൽ എ ഇസ് ഈക്വൽ ടു കോസ് എ സ്മോൾ എ മൈനസ് കോസ് ബി ഇൻറ്റു കോസ് പി ഡിവൈഡഡ് ബൈ സൈൻ പി ഇൻറ്റു സൈൻ ബി. അടുത്ത ആംഗിൾ ബി, കോസ് ബി ഇസ് ഈക്വൽ ടു കോസ് സ്മോൾ ബി മൈനസ് കോസ് എ ഇൻറ്റു കോസ് പി ഡിവൈഡഡ് ബൈ സൈൻ എ ഇൻറ്റു സൈൻ ബി. വേറെ ഒന്നുമല്ല, ഈ ഇപ്പോൾ കോസ് എയുടെ കാര്യം എടുത്താൽ ഇവിടെ വരുന്നത് എ ആണ്. സോ കോസ് എ മൈനസ് ബാക്കി വരുന്നത് ബിയും പിയും ആണ്. സോ അത് കോസ് ബി ഇൻറ്റു കോസ് പി, താഴെ ഈ ബി പി എന്നുള്ള കോസ് മാറ്റി സൈൻ ആക്കി. സെയിം ആംഗിൾ ബിയിലും സെയിം അതുപോലെ. അടുത്തത് നമുക്ക് രണ്ടിന്റെ ആംഗിൾ കിട്ടി, എയുടെ ആംഗിളും കിട്ടി ബിയുടെ ആംഗിളും കിട്ടി. എപ്പോഴും ഓർക്കുക ഇതിന്റെ കോസ് ഇൻവേഴ്സ് എടുക്കുക ആൻസറിനോടൊപ്പം. അടുത്തത് ഇനി ഇവരെ ഇനിഷ്യൽ കോഴ്സ് ആണ്. സപ്പോസ് ഇപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമുക്കിപ്പോൾ സപ്പോസ് എയുടെ വാല്യൂ ഒരു 80 ഡിഗ്രി സംതിങ് നമുക്ക് കിട്ടി, മീൻസ് ആംഗിൾ എ 80 ആണ് കിട്ടിയെന്ന് വിചാരിച്ചു. സോ നമ്മൾ ഒരു
ട്രൂ നോർത്ത് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വെസൽ പോകുന്നത്. സോ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേണം ആംഗിൾ എടുക്കാനുള്ളത്. ദാറ്റ് മീൻസ് ദിസ് വിൽ ബി 0 0 0 ഡിഗ്രി. ദാറ്റ് മീൻസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇനിഷ്യൽ കോഴ്സ് എന്ന് പറയുന്നത് 80 ഡിഗ്രി ട്രൂ എന്നായിരിക്കും. അതേസമയം നമുക്കിനി ബിയുടെയും ഫൈനൽ കോഴ്സ് കണ്ടുപിടിക്കണം. സോ അത് നമ്മൾ ഇതുപോലെ ട്രൂ നോർത്ത് വരയ്ക്കണം 0 0 0. ഇവിടെ ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ സപ്പോസ് ഇവിടെ ഇപ്പൊ 0 0 0 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കണം. സോ ഇതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ ബിയുടെ അത് ഓൾമോസ്റ്റ് 180 ഡിഗ്രി ആയിരിക്കും. സോ ഇവിടെ നമ്മൾ 0 0 0 ഡിഗ്രിയുടെ നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. സോ ഈ ഇവിടെ വരുമ്പോൾ ഫൈനൽ കോഴ്സിന്റെ വരുമ്പോൾ 180 ഡിഗ്രിയുടെ നമ്മൾ ഈ നമുക്ക് കിട്ടിയ ആംഗിൾ ഇപ്പോൾ 70 ആണെങ്കിൽ നമ്മൾ ഈ 70 ഇതിൻ്റെ കൂടെ മൈനസ് ചെയ്യുക. സോ ഇപ്പൊ നമ്മളിപ്പോ താഴെ വേറൊരു കോൺസെപ്റ്റ് വരയ്ക്കാന്ന് വിചാരിച്ചു. സോ ഇതാണ് എ, ഇതാണ് ബി. സോ ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. സോ ഇപ്പൊ സപ്പോസ് അപ്പോ ഇവിടത്തെ വെസൽ ഇങ്ങനെ ട്രാവൽ ചെയ്യാണെന്ന് വിചാരിക്കുക. ഓക്കെ, വെസൽ ഇങ്ങനെ ട്രാവൽ ചെയ്യാം. സോ ഇതെന്തായാലും 180 ഡിഗ്രി ആയിരിക്കും വരുന്നത്. ഇതിന്റെ ഈ നമ്മളിപ്പോൾ ട്രൂ നോർത്ത് നോക്കുമ്പോൾ ഇത് 180 ഡിഗ്രിയാണ് വരുന്നത്. സോ ഈ 180 ഡിഗ്രിയുടെ ആംഗിൾ എ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിന്റെ ട്രൂ കോഴ്സ് കിട്ടും. അപ്പോൾ ബിയുടെ ഫൈനൽ കോഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ബിയുടെ ഫൈനൽ കോഴ്സ് കണ്ടുപിടിക്കാൻ ഈ 180യുടെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയായിരിക്കും? 360 മീൻസ് 360 ഡിഗ്രി ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ ആംഗിൾ ബിനെ 360യുടെ കൂടെ മൈനസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഞാൻ കണ്ടുപിടിച്ചൊരു ഒരു ട്രിക്ക് എന്ന് വരുന്നതിൻ്റെ ഇപ്പോൾ ഇവിടെ നിന്ന് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഏതാണ് ആ സൈഡ് എടുത്തിട്ട് അത് ആഡ് ചെയ്യുക. അടുത്തത് അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് ആ ആംഗിള് അവിടെ നിന്ന് മൈനസ് ചെയ്യുക. സോ ഇതാണ് ഗ്രേറ്റ് സർക്കിളിൽ വരുന്ന കോൺസെപ്റ്റ്. ഇനി നമുക്കൊരു MMT ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. അപ്പോൾ എ എന്ന് പറയുന്നത് ഇനിഷ്യൽ ലാറ്ററൽ ലോങ് ആണ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. 48 ഡിഗ്രി 36 മിനിറ്റ് സൗത്ത്, 010 ഡിഗ്രി 36 മിനിറ്റ് ഈസ്റ്റ്. ബി എന്ന് പറയുന്നത് അറൈവൽ പോയിന്റ് 32 ഡിഗ്രി 30 മിനിറ്റ് സൗത്ത്, 085 ഡിഗ്രി 52 മിനിറ്റ് വെസ്റ്റ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഗ്രേറ്റ് സർക്കിൾ ഡിസ്റ്റൻസും ഇനിഷ്യൽ ആൻഡ് ഫൈനൽ കോഴ്സും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫിഗറിലോട്ട് വരാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഡിലാറ്റിന്റെ ആവശ്യമില്ല, പക്ഷെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ വെസൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പം 48 ഡിഗ്രി 36 മിനിറ്റ് സൗത്ത്, ഓൾമോസ്റ്റ് സൗത്തിലോട്ടാണ്. ബി വന്നിട്ട് 32 ഡിഗ്രി 30 മിനിറ്റ് സൗത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പം ഇവിടെ ഇപ്പോൾ രണ്ടും സൗത്ത് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സൈഡ് സൗത്തിലോട്ടായിരിക്കും വരുന്നത്. ഇനി അടുത്ത് നമുക്ക് ഡി ലോങ് കണ്ടുപിടിക്കാം. ഡി ലോങ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു എളുപ്പ വഴിയുണ്ട്. നമ്മൾ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക. ഇതാണ് നമ്മുടെ നോർത്ത് പോൾ, നമ്മൾ പോളായിട്ട് എടുക്കാം. ഇത് 0, ഇതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്യുന്നത് ഈസ്റ്റും ഇങ്ങോട്ട് മെഷർ ചെയ്യുന്നത് വെസ്റ്റും ആയിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ലോങ്ങിറ്റ്യൂഡ് ഇതിൽ മാർക്ക് ചെയ്യാം. 010 ഡിഗ്രി 36 മിനിറ്റ് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇവിടെ വരും. ഓക്കെ, 010 ഡിഗ്രി 36 മിനിറ്റ് ഈസ്റ്റ് ഇവിടെ വരും. അടുത്തത് 085 ഡിഗ്രി 52 മിനിറ്റ് വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതെന്താ 90 ആയിരിക്കും. സോ ഇവിടെ വരും 085 ഡിഗ്രി. അപ്പോൾ ഓൾവേസ് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും എടുക്കുന്നത്. സോ ഇതിലെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതാണ് പോയിന്റ് എ, ഇതാണ് പോയിന്റ് ബി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് വി ആർ മൂവിങ് ഇൻ ദ വെസ്റ്റേർലി ഡയറക്ഷൻ. ഓക്കെ, സോ വെസല് വെസ്റ്റേർലി ഡയറക്ഷൻ മീൻസ് ഇങ്ങോട്ട് പോയ ഈസ്റ്റും ഇങ്ങോട്ട് പോയ വെസ്റ്റും. അപ്പോൾ നമുക്ക് ഫിഗറിലോട്ട് വരയ്ക്കാം. ഫിഗർ വരയ്ക്കുമ്പോൾ എക്സാമിന് നിങ്ങൾ പെൻസിൽ മാക്സിമം യൂസ് ചെയ്യുക. സോ ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ് എ, അറൈവൽ പോയിന്റ് ബി. നമുക്കറിയാം രണ്ടും സൗത്ത് ആണ്. സോ നമ്മുടെ സൈഡ്സ് വന്നിട്ട് സൗത്തിലോട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, എയും ബിയും വരച്ചു. ഇനി നമ്മൾ സി മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഇതിന്റെ ഓപ്പോസിറ്റ് സ്മോൾ എ, ഇതിന്റെ ഓപ്പോസിറ്റ് സ്മോൾ ബി, ഇതിന്റെ ഓപ്പോസിറ്റ് സ്മോൾ പി. ഓക്കെ, ഇനി എയുടെ ലാറ്റിറ്റ്യൂഡ് എഴുതാം 48 ഡിഗ്രി 36 മിനിറ്റ്. അടുത്ത ബിയുടെ എന്ന് പറയുമ്പോൾ 32 ഡിഗ്രി 30 മിനിറ്റ്സ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ കോലാറ്റ് കണ്ടുപിടിക്കാം. സോ നമ്മൾ എന്തോ ചെയ്യണം, ഈ ബി എന്ന് പറയുന്ന സ്മോൾ ആണ് നമ്മളെ കോലാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ
കോലാക്ട് കണ്ടുപിടിക്കാൻ നമ്മൾ ബിനെ 90° മൈനസ് 48°36 ചെയ്യണം. അപ്പോൾ നമ്മൾ കോലാക്ട് അറൌണ്ട് 41.4 വരും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ എ എന്ന് പറയുന്നത് 90° മൈനസ് 32°30 വരും. അതും അറൌണ്ട് നമുക്ക് 57.5 വരും. ഓക്കെ, സോ നമ്മുടെ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 41.4ഉം എയുടെ വാല്യൂ എന്ന് പറയുന്നത് 57.5. അടുത്തത് ഡി ലോങ് എന്ന് പറയുമ്പോൾ ഇത്രയും 10°, ഇത്രയും 85°. അപ്പൊ നമ്മൾ എന്താ നോർമലി നമ്മൾ ആഡ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡി ലോങ് എന്ന് പറയുന്നത് 96.46 വരും. 96.46 വരും നമ്മുടെ ഡി ലോങ്. അത് കഴിഞ്ഞിട്ട് അത് വെസ്റ്റേർലി ആണ്. അത് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് സയൻസിന്റെ ഒന്നും സിമ്പിൾസിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. അപ്പൊ ഇനി നമുക്ക് കോസ് പി ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇതിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് നമ്മൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ നമുക്ക് കോസ് പി ഇസ് ഈക്വൽ ടു കോസ് എ ഇൻറ്റു കോസ് ബി പ്ലസ് സൈൻ എ ഇൻറ്റു സൈൻ ബി ഇൻറ്റു കോസ് ക്യാപിറ്റൽ സി. ക്യാപിറ്റൽ സി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡി ലോങ്ങിന്റെ വാല്യൂ ആയിരിക്കും എഴുതുന്നത്. അപ്പൊ കോസ് പി ഇസ് ഈക്വൽ ടു കോസ് എയുടെ വാല്യൂ 57.5 ഇൻറ്റു കോസ് ബിയുടെ വാല്യൂ 41.4 പ്ലസ് സൈൻ 57.5 ഇൻറ്റു സൈൻ 41.4 ഇൻറ്റു കോസ് ഡി ലോങ് 96.46. ഇത് കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം ബ്രാക്കറ്റ് ഇട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ആൻസർ തെറ്റും. നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ കോസിന് ഒരു ബ്രാക്കറ്റ് ഇട്ട് അത് ചെയ്യുക, പ്ലസ് സൈനിന് ഇത്ര ഒരു ബ്രാക്കറ്റ് ഇട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിയുടെ ആൻസർ നമുക്ക് കിട്ടും. എന്ന് പറയുമ്പോൾ ഈ ആൻസറിനെ കോസ് ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമ്മളെ പിയുടെ വാല്യൂ ഓൾമോസ്റ്റ് 70.11 കിട്ടും. അപ്പൊ നമുക്ക് പി എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ഗ്രേറ്റ് സർക്കിൾ ഡിസ്റ്റൻസ് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കും. അപ്പൊ ഗ്രേറ്റ് സർക്കിൾ ഡിസ്റ്റൻസ് മീൻസ് നമ്മൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 7.11. ഇത് ഓൾവേസ് ഡിഗ്രിയിലായിരിക്കും. അപ്പൊ ഇതിന് നമ്മൾ മൈൽസിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം 60 മിനിറ്റ്സ് കൊണ്ട് ഇൻറ്റു ചെയ്യും. അപ്പോൾ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്സ് ആണ്. സോ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 4206.6 മൈൽസ് എന്ന് കിട്ടും. അപ്പോൾ നമ്മളെ ഗ്രേറ്റ് സർക്കിൾ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 4206.6 ആണ്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 4206.6 ആണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ഗ്രേറ്റ് സർക്കിൾ ഡിസ്റ്റൻസ് കിട്ടി. ഇനി നമുക്ക് ഇനിഷ്യൽ ആൻഡ് ഫൈനൽ കോഴ്സ് ആണ് കണ്ടുപിടിക്കുക. അപ്പൊ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ കോഴ്സ് കണ്ടുപിടിക്കാൻ ആദ്യം ആംഗിൾ എയും കണ്ടുപിടിക്കണം, ആംഗിൾ ബിയും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ ആംഗിൾ എ കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ആംഗിൾ എ കണ്ടുപിടിക്കാം. അപ്പൊ കോസ് ഇസ് ഈക്വൽ ടു കോസ് സ്മോൾ എ മൈനസ് കോസ് ബി ഇൻറ്റു കോസ് പി ഡിവൈഡഡ് ബൈ സൈൻ ബി ഇൻറ്റു സൈൻ പി. ഈ പി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച 70.11 ആണ് നമ്മുടെ പി. ഓക്കെ, അപ്പം നമ്മുടെ കോസ് എ ഇസ് ഈക്വൽ ടു കോസ് 57.5 മൈനസ് കോസ് 41.4 ഇൻറ്റു കോസ് 70.11 ഡിവൈഡഡ് ബൈ സൈൻ ബി എന്ന് പറയുന്നത് 41.4 ഇൻറ്റു സൈൻ 70.11. അപ്പോൾ എ നമ്മൾ ആൻസറിനെ കോസ് ഇൻവേഴ്സ് എടുക്കും. നമുക്ക് 63 ഡിഗ്രി 1.4 മിനിറ്റ്സ്. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് ഇടാൻ ശ്രദ്ധിക്കുക. എസ്പെഷ്യലി ഇവിടെ ബ്രാക്കറ്റ് ഇടുക, മൈനസ് ഇവിടെ ബ്രാക്കറ്റ് ഇട്ട് ആദ്യം ഈ ആൻസർ കണ്ടുപിടിച്ചിട്ട് ഡിവൈഡഡ് ബൈ ഇത് ചെയ്യുക. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ ഈസി സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക. അടുത്ത ആംഗിൾ ബി കണ്ടുപിടിക്കാം. സെയിം കോസ് ബി ഇസ് ഈക്വൽ ടു കോസ് സ്മോൾ ബി മൈനസ് കോസ് എ ഇൻറ്റു കോസ് പി ഡിവൈഡഡ് ബൈ സൈൻ എ ഇൻറ്റു സൈൻ പി. അപ്പം കോസ് ബി ഇസ് ഈക്വൽ ടു കോസ് 41.4 മൈനസ് കോസ് 57.5 ഇൻറ്റു കോസ് 70.11 divided by sin 57.5 into sin 70.11. അപ്പോൾ നമുക്ക്
ബിയുടെ ആൻസർ 44°19.8 എന്ന് കിട്ടും. അപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് 63°1.4 ആംഗിൾ ബി എന്ന് പറയുന്നത് 44°19.8 ആണ്. അപ്പോൾ നമുക്കിനി നമ്മൾ അതിന്റെ ഇനിഷ്യൽ ഫോഴ്സും ഫൈനൽ ഫോഴ്സും ആണ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു ചെറിയൊരു ഡയഗ്രം ഒന്നും കൂടെ വരയ്ക്കാം. അപ്പോൾ എ ബി സൈഡ് താഴോട്ടാണ്, സോ ഇത് സി. അപ്പോൾ നമ്മുടെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 63°1.4 ബിയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ 44°19.8. അപ്പൊ നമുക്ക് ആദ്യം ഇനിഷ്യൽ കോഴ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇനിഷ്യൽ കോഴ്സ് എന്ന് പറയുന്നത് ഇതാണ്, എ ആണ്. സോ ഞാൻ പറഞ്ഞില്ലേ, താഴോട്ട് പോകുമ്പോൾ നോർമൽ നമ്മൾ 180° എടുക്കാം. ഓക്കെ, നമ്മൾ മീൻസ് ഈ ട്രൂ നോർത്തിൽ നിന്ന് ഇത്രയല്ല, അപ്പൊ സോ ഓൾമോസ്റ്റ് 180° മീൻസ് ഇത് 180 അല്ലേ, സോ ഇത് കഴിഞ്ഞു. സോ 180, അപ്പോ 180° പ്ലസ് ആംഗിൾ എ, അപ്പോ 180° പ്ലസ് 63° 1.4 നമ്മുടെ ആൻസർ ഓൾമോസ്റ്റ് 243° ട്രൂ കിട്ടും. അതാണ് നമ്മുടെ ഇനിഷ്യൽ കോഴ്സ്. ഓക്കെ, അടുത്തത് ഫൈനൽ കോഴ്സ്. ഫൈനൽ കോഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റിനെ പോലെ ഇതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 360° ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ആഡ് ചെയ്തു, അപ്പൊ അടുത്ത റെസിപ്രോക്കലിന്റെ കൂടെ മൈനസ് ചെയ്യുക. അപ്പൊ 360° മൈനസ് ആംഗിൾ ബി, അപ്പോ 360° മൈനസ് 44°19.8. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 315° ട്രൂ കിട്ടും. അപ്പോൾ നമ്മുടെ ഇനിഷ്യൽ കോഴ്സ് എന്ന് പറയുന്നത് 243°, ഫൈനൽ കോഴ്സ് എന്ന് പറയുന്നത് 315. അപ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ സർക്കിളിന്റെ കോൺസെപ്റ്റ് മനസ്സിലായി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട മസ്റ്റ് ആയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഈ വീഡിയോ സെക്കൻഡ് മീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഞാൻ ഈ ഗ്രീൻ സർക്കിളിന്റെ ക്വസ്റ്റ്യൻ തന്നെ വേറൊരു കൺസെപ്റ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും.